നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ച് ഇലക്ട്രിക് വയറുകൾ മോഷ്ടിച്ചു വന്നിരുന്ന രണ്ടുപേരെ പൂക്കോട്ടുംപാടം പോലീസ് അറസ്റ്റ് ചെയ്തു. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് പ്രതികളെ പിടികൂടിയത്. SHO രാജേന്ദ്രൻ നായരുടെ നേതൃത്വത്തിൽ പ്രത്യേകമായി രൂപീകരിച്ച അന്വേഷണ സംഘമാണ് പ്രതികളെ വലയിലാക്കിയത്. ചുള്ളിയോട് പരത, ഒടുക്കൻ ജിത്തു, നറുക്കിൽ ശ്രീജിത്ത് എന്നിവരെയാണ് പിടികൂടിയത്. കഴിഞ്ഞ 3 വർഷമായി 22-ൽ പരം സ്ഥലങ്ങളിൽ സമാന രീതിയിൽ മോഷണം നടത്തിയതായി പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നടന്ന 3 മോഷണങ്ങളുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. അച്ചാറ് കമ്പനിക്ക് സമീപം കല്ലിടുക്കിൽ ജോയൽ ജോസിന്റെ വീട്ടിലായിരുന്നു ആദ്യമായി മോഷണം റിപ്പോർട്ട് ചെയ്തത്. തുടർന്ന് പൂക്കോട്ടുംപാടം എടക്കര മലയോര പാതയോരത്തെ പറയങ്കാട് ഡയാലിസിസ് സെന്ററിന് സമീപം നിർമ്മാണത്തിലിരുന്ന മേലെടുത്ത ഹസ്കറിന്റെ വീട്ടിലും മോഷണം നടന്നു. വീട്ടിൽ CCTV ക്യാമറകൾ ഉണ്ടായിരുന്നുവെങ്കിലും ക്യാമറകളുടെ പരിധിക്ക് പുറത്തുള്ള ഭാഗങ്ങളിലെ ഇലക്ട്രിക് കേബിളുകളാണ് മുറിച്ചെടുത്തത്. വയറിംഗ് പൂർത്തിയാക്കി സീലിംഗ് പ്രവൃത്തികൾ നടത്തിയിരുന്ന വീട്ടിൽ വിവിധ ഭാഗങ്ങളിലെ കേബിളുകൾ മുറിച്ചെടുത്തതിനാൽ മുഴുവൻ വീടും വീണ്ടും വയറിംഗ് ചെയ്യേണ്ട അവസ്ഥയായി. സീലിംഗ് പൊളിച്ച് പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യമുണ്ടായതോടെ സാധന ചെലവും പണിക്കൂലിയും ഉൾപ്പെടെ ഏകദേശം 6 ലക്ഷം രൂപയുടെ അധിക ബാധ്യത വരുമെന്നാണ് വീട്ടുകാർ അറിയിച്ചത്. സമാന രീതിയിൽ നിർമ്മാണത്തിലിരുന്ന പുലത്ത് ഷിഹാസിന്റെ കെട്ടിടത്തിൽ നിന്നും 50,000 രൂപയുടെ വയറുകളും പൂക്കോട്ടുംപാടത്തെ വലിയ ജുമാഅത്ത് പള്ളിയിൽ നിന്നും 5,000 രൂപ വില വരുന്ന 2 ബോക്സ് വയറുകളും മോഷണം പോയെന്ന പരാതിയും നിലനിൽക്കുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും പ്രദേശങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത്. പ്രതികളിൽ നിന്നും മോഷ്ടിച്ച കേബിളുകളുടെ ഭാഗങ്ങളും പോലീസ് പിടിച്ചെടുത്തതായി അറിയിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ജെയിംസ് ജോൺ, അബ്ദുൽ നാസർ എന്നിവരും SCPO KT നൌഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘവുമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. SCPOമാരായ സിയാദ്, പ്രവീൺ, സനൂപ്, CPO സുശാന്ത് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും സമീപ സ്റ്റേഷൻ പരിധികളിൽ നടന്ന സമാന കേസുകളുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതികളെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.